വിശദമായ വാർത്തകൾ നോക്കാം. പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമിടെ നവകേരള സദസ് യാത്ര ഇന്ന് രണ്ടാം ദിവസം തലസ്ഥാന ജില്ലയിൽ പര്യടനം തുടരും. ഇന്നലെ വൈകിട്ട് വർക്കലയിൽ സദസ്സോടെയാണ് യാത്ര തിരുവനന്തപുരത്ത് പര്യടനം തുടങ്ങിയത്. ജില്ലയിൽ പ്രവേശിച്ച ആദ്യ സദസ് എത്തും മുൻപേ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച ബസ്സിന് നേരെ പ്രതിഷേധമുയർന്നു. ആറ്റിങ്ങലിൽ ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുകയും ചെയ്തു. 10 പേർക്ക് സംഘർഷത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ജില്ലയിൽ പരക്കെ ഇന്നും പ്രതിഷേധ സമരങ്ങൾ തുടരും. ഇന്ന് ചിറയിൻകീഴ്, ആറ്റിങ്ങൽ, വാമനപുരം, നെടുമങ്ങാട് എന്നിവിടങ്ങളിലാണ് യാത്ര തുടരുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഗുഡ് മോർണിംഗ്. ഷഫീദ്, നവകേരള സദസ് അങ്ങനെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. പക്ഷേ അതേസമയം തന്നെ പ്രതിഷേധത്തിന് യാതൊരു തരത്തിലുള്ള കുറവുമില്ല. ഇന്ന് തിരുവനന്തപുരത്തേക്ക് ഈ യാത്ര എത്തുമ്പോൾ ഏത് തരത്തിലുള്ള പ്രതിഷേധമാകും ഉണ്ടാവുക? പ്രവിത സൂചിപ്പിച്ചതുപോലെ തന്നെ നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ പ്രതിഷേധവും ആരോപണ പ്രത്യാരോപണങ്ങളും ശക്തമായി തന്നെ തുടരുകയാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, കൊല്ലം ജില്ലയുടെ അതിർത്തിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് കടന്നപ്പോൾ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് ഈ തിരുവനന്തപുരം ജില്ലയിലെ ആദ്യ നവകേരള സദസ്സ് നടക്കുന്ന വർക്കല എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത്, വർക്കല ശിവഗിരി മൈതാനത്തിന് 1 കിലോമീറ്റർ മുൻപ് നടയറ എന്ന സ്ഥലത്ത് വെച്ചാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിക്കും അതേപോലെ തന്നെ മന്ത്രിമാർക്കുമെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയത്. പിന്നാലെ വർക്കലയിലെ ഈ പരിപാടികൾ പൂർത്തിയാക്കി ആറ്റിങ്ങലിലേക്കുള്ള മടക്കയാത്രയിൽ വീണ്ടും യൂത്ത് കോൺഗ്രസിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും പ്രതിഷേധ സമരമുണ്ടായി. ആ സമരം ഒരു അക്രമ സമരത്തിലേക്ക് കാര്യങ്ങൾ, അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നവകേരള ബസ്സിന് നേരെ കരിങ്കൊടി കാണിക്കുന്നു. പിന്നാലെ ഉണ്ടായിരുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ തല്ലുണ്ടായി. ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് ആ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്, ദൃശ്യങ്ങൾ നമ്മൾ നൽകിയതാണ്. അതിനുശേഷവും പോലീസിന്റെ മുൻപിൽ വെച്ചും പോർവിളികളടക്കമുള്ള കാര്യങ്ങളുമായി ആ അക്രമ സംഭവം തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് ഇവരെ പിരിച്ചുവിടാൻ കഴിഞ്ഞത്. യുവമോർച്ച പ്രവർത്തകരും തിരുവനന്തപുരം അതിർത്തിയിൽ വെച്ച് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ കരിങ്കൊടി കാണിച്ചു. അങ്ങനെ സജീവമായി ഇന്നലെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഒരേ ഒരു സദസ്സ് മാത്രമാണ് ഇന്നലെ തിരുവനന്തപുരം ജില്ലയിൽ നടന്നത്. അതിനു മുൻപ് തന്നെ ഏതാണ്ട് 4ഓളം ഇടങ്ങളിൽ പ്രതിഷേധ പരിപാടികൾ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്ന് ആറ്റിങ്ങലിലാണ് നവകേരള സദസ്സ് ആദ്യ പരിപാടികൾ നടക്കുന്നത്. പ്രഭാതയോഗം ആറ്റിങ്ങലിലാണ്. ശേഷം ചിറയിൻകീഴ് മണ്ഡലം, വാമനപുരം മണ്ഡലം, അതേപോലെ നെടുമങ്ങാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇന്ന് സദസ്സ് യാത്രാ പര്യടനം നടത്തും. അവിടെയെല്ലാം വ്യാപകമായി പ്രതിഷേധമുണ്ടാകും. കഴിഞ്ഞ ദിവസം ഉണ്ടായ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധവും അതിനെ തുടർന്നെടുത്ത കേസും അത് വലിയ വിവാദമായിട്ടുണ്ട് ഇതിനോടകം തന്നെ. കാരണം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെ 1-ാം പ്രതിയാക്കി ഒരു കേസെടുത്തിട്ടുണ്ട്. അതിലടക്കം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നമുക്കിന്ന് തെരുവുകളിൽ കാണാം. അതിനെ പ്രതിരോധിക്കുന്ന പോലീസ് രീതിയും നമുക്ക് കാണാൻ കഴിയും. ഒരു തരത്തിലും മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വാഹനത്തിൽ നിന്നിറങ്ങി പ്രതിഷേധക്കാരെ കൈകാര്യം ചെയ്യുന്നുള്ള നിർദ്ദേശം ഇതിനോടകം തന്നെ പോലീസ് ആസ്ഥാനത്ത് നിന്ന് നൽകിയിട്ടുണ്ട്. ലോക്കൽ പോലീസ് പൂർണ്ണമായും അവരുടെ ഉത്തരവാദിത്തം ഏൽക്കണമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസിന്റെ നിലപാട്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഈ സംഭവ വികാസങ്ങൾ അതിരുവിട്ടാൽ അങ്ങനെയാണെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഇടപെടുകയും ചെയ്യും. അതടക്കമുള്ള വിഷയങ്ങൾ, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി കൊണ്ട് തലക്കടിച്ച സംഭവം, അതേപോലെ തന്നെ ആലപ്പുഴയിലുണ്ടായ മറ്റനിഷ്ട സംഭവങ്ങൾ, ഈ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്, ഇതടക്കമുള്ള വിഷയങ്ങൾ തിരുവനന്തപുരത്ത് എത്തുമ്പോൾ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്ത് തന്നെ പ്രതിഷേധ പരിപാടികൾ നടക്കും. ഇന്ന് തിരുവനന്തപുരത്ത് KSUവിന്റെ മാർച്ചുണ്ട്, DGP ഓഫീസ് മാർച്ചുണ്ട്. അവിടെ അടക്കം പ്രതിഷേധ സാധ്യതയുണ്ട്. അങ്ങനെ നവകേരള സദസ്സ് തലസ്ഥാന ജില്ലയിലേക്ക് കടക്കുമ്പോൾ ആകെ മൊത്തം ഒരു പ്രതിഷേധമയമായിരിക്കും. അതേസമയം ഇന്നലെ മുതൽ മുഖ്യമന്ത്രി രാഷ്ട്രീയ നിലപാടുകൾ അല്ലെങ്കിൽ രാഷ്ട്രീയ മറുപടികൾ അത് ഈ നവകേരള സദസ്സിന്റെ വേദിയിൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. പ്രവിത, ഷഫീദ്, അതോടൊപ്പം തന്നെ ഷഫീദ് അല്പം മുൻപ് സൂചിപ്പിച്ചിരുന്നു, ഇനിയും ഇത്തരം പ്രതിഷേധങ്ങൾക്കെതിരെ വലിയ ഗുണ്ടാമുറയൊന്നും എടുക്കേണ്ടതില്ല, അല്ലെങ്കിൽ മർദ്ദനമൊന്നും അഴിച്ചുവിടേണ്ടതില്ല എന്ന പോലീസിനോട് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിരുന്നു. എന്നാൽ വടക്കൻ കേരളത്തിൽ തുടങ്ങിയതാണ് ഇത്തരം പ്രതിഷേധങ്ങൾ. ആ പ്രതിഷേധങ്ങൾക്കൊക്കെ പലതരത്തിലുള്ള പ്രതിഷേധത്തെ എതിർക്കാനായി ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള നടപടികൾ നമ്മൾ കണ്ടതാണ്. എന്നാൽ തിരുവനന്തപുരം ജില്ലയിലേക്ക് കയറുമ്പോഴാണ് മുഖ്യമന്ത്രി ഇത്തരം ഒരു നിർദ്ദേശം പോലീസിന് നൽകുന്നത്. ഏത് വിധേനയും ഇതിനെ ചെറുക്കാൻ സാധിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം സർക്കാരിനുണ്ടോ? എന്താണ് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഇതിനെ പ്രതിരോധിക്കാനാണ് സർക്കാർ തീരുമാനിക്കുന്നത്?
പ്രവിധ, ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം അത് ആലപ്പുഴയിൽ അതിന്റെ മുഖം മാറുന്നത് നമ്മൾ കണ്ടു. അങ്ങനെ കൊല്ലത്ത് മുഖം മാറുന്നത് കണ്ടു. പരക്കെ പ്രതിഷേധം ഉണ്ടാകുന്നു. അതിനെ തുടർന്ന് ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. ഇതടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരം ജില്ലയിലേക്ക് യാത്ര എത്തുമ്പോൾ അത് ഭൂഷണമാകില്ല, അതല്ലെങ്കിൽ അത് നല്ലതിനാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ സർക്കാരിനെ സംബന്ധിച്ചിട്ടുണ്ട്. കാരണം നവകേരള സദസ്സ് അലങ്കോലപ്പെടുത്താനുള്ള ജില്ലയിലേക്ക് കടക്കുമ്പോൾ അലങ്കോലപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം അത് പല വിധത്തിൽ നടത്തുന്നു എന്നുള്ള ഒരു വിലയിരുത്തൽ സർക്കാരിനെ സംബന്ധിച്ചും CPM-നെ സംബന്ധിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത അക്കാര്യത്തിൽ പുലർത്തുക എന്നുള്ള ഒരുതരം രീതിയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുക. അതേസമയം പ്രതിപക്ഷമാകട്ടെ ഇക്കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ ഇന്നലെ സെക്രട്ടേറിയറ്റ് മുൻപിലെ സമരം അത് അക്രമാസക്തമായപ്പോൾ എത്തിയിരുന്നു. അദ്ദേഹം അടക്കം പറഞ്ഞ കാര്യം ഒരു വിധത്തിലും പോലീസിന്റെ ഈ നടപടികൾ ന്യായീകരിക്കാൻ കഴിയില്ല. മുഖ്യമന്ത്രി അഴിച്ചുവിട്ട ഈ പോലീസിനെ പിടിച്ചു കെട്ടിയില്ലെങ്കിൽ അത് മറ്റൊരു സമരമുറയിലേക്കും മറ്റൊരു പ്രതിഷേധ രീതിയിലേക്കും ഒക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇതിനോടകം തന്നെ VD സതീശൻ നൽകിയിട്ടുണ്ട്. ഇന്നത്തെ KSUവിന്റെ DGP ഓഫീസ് മാർച്ച്, നാളത്തെ 23-ാം തീയതിയിലെ കോൺഗ്രസിന്റെ K സുധാകരൻ നയിക്കുന്ന DGP ഓഫീസ് മാർച്ച്, ഇതിലെല്ലാം വ്യാപകമായിട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ അല്ലെങ്കിൽ ചില അക്രമ സംഭവങ്ങൾ ഉണ്ടാകുമെന്നാണ് പോലീസും വിലയിരുത്തുന്ന കാര്യം. അപ്പോൾ ജാഗ്രത കൂടുതൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം പ്രവിധ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇതുവഴി സർക്കാരിനുണ്ടാകുന്ന തലവേദനകൾ അത് പരമാവധി ഒഴിവാക്കാൻ നിലവിൽ ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് ഈ തിരുവനന്തപുരം ജില്ലയിലേക്ക് ഈ യാത്ര കടന്നപ്പോഴുണ്ടായ പ്രതിഷേധത്തിനെ ഒന്നും ലാത്തി കൊണ്ട് നേരിടാൻ തയ്യാറായിരുന്നില്ല. ആറ്റിങ്ങൽ അക്രമ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പോലും ബലം പ്രയോഗിച്ച് പിടിച്ചു മാറ്റുന്നതല്ലാതെ നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല. ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നമ്മൾ കണ്ടതാണ്. അത്രയധികം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന, ശാന്തരായി നിൽക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പ്രകോപനമുണ്ടായാലും തിരിച്ച് പ്രതികരിക്കേണ്ട ആ രീതിയിലുള്ള പ്രതിരോധം മതി എന്നുള്ളതാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നിലപാട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അങ്ങനെ നവകേരള സദസ്സ് തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ ഈ പ്രതിഷേധ സംഭവങ്ങളെ പ്രകോപിതരാകാതെ കൈകാര്യം ചെയ്തുകൊണ്ട് നവകേരള സദസ്സ് അവസാനിപ്പിക്കുക, അതിനുശേഷം സർക്കാരിന്റെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയമായ ചില മറുപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. പ്രവിധ, ശരി. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. പ്രതിഷേധങ്ങൾക്കും സംഘർഷങ്ങൾക്കുമിടെ നവകേരള സദസ്സ് യാത്ര ഇന്ന് രണ്ടാം ദിവസം തലസ്ഥാന ജില്ലയിൽ പര്യടനം തുടരും. ഇന്നലെ വൈകിട്ട് വർക്കലയിൽ സദസ്സോടെയാണ് യാത്ര തിരുവനന്തപുരത്ത് പര്യടനം തുടങ്ങിയത്. വലിയ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് കോൺഗ്രസ്, ഒപ്പം തന്നെ KSU പോലെയുള്ള കോൺഗ്രസിന്റെ മറ്റ് സംഘടനകളും. എന്നാൽ ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ അതേസമയം തന്നെ ഇത് കണക്കിലെടുത്ത് വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അത് ഇന്നലെയൊക്കെ നമ്മൾ കണ്ടതുകൂടിയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ പര്യടനം രണ്ടാം ദിവസം പുരോഗമിക്കുകയാണ്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത്. സംഘപരിവാർ അനുകൂലികളെ ചാൻസലറായ ഗവർണർ തിരികെ കയറ്റിയെന്ന ആരോപണത്തിനിടെ കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് ഇന്ന് യോഗം ചേരും. ബിരുദ വിദ്യാർത്ഥികളുടെ അവാർഡ് ദാനവും MBA, LLM കോഴ്സുകളിൽ വരുത്തേണ്ട ഭേദഗതികളും യോഗം ചർച്ച ചെയ്യും. സർവകലാശാലയിലെ പ്രതിഷേധ ബാനറുകൾ നീക്കം ചെയ്യാത്തതിന് വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജനെ ചാൻസലർ പരസ്യമായി ശാസിച്ചതും യോഗത്തിൽ ചർച്ചയാകും. ചാൻസലർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഇടതുപക്ഷ അംഗങ്ങൾ പ്രമേയം അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. സംഘപരിവാർ അനുകൂലികളായ സെനറ്റ് അംഗങ്ങളെ തടയും എന്ന നിലപാടിലാണ് SFI. DGP ഓഫീസിലേക്ക് KSUവിന്റെ പ്രതിഷേധ മാർച്ച് ഇന്ന്. നവകേരള സദസ്സിന് നേരെ പ്രതിഷേധിക്കുന്ന യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ പോലീസ് മർദ്ദിക്കുന്നു എന്ന് ആരോപിച്ചാണ് പ്രതിഷേധം. പോലീസും DYFI പ്രവർത്തകരും ചേർന്ന പ്രതിഷേധക്കാരെ അടിച്ചൊതുക്കുന്നു എന്നാണ് KSUവിന്റെ ആരോപണം. ഇന്നലെ ഇതേ മുദ്രാവാക്യമുയർത്തി യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റിലേക്ക് നടത്തിയ മാർച്ച് തെരുവ് യുദ്ധമായി മാറിയിരുന്നു. മണിക്കൂറുകളോളം തലസ്ഥാന നഗരത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. ഇന്നലത്തെ സമരത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കി കേസെടുത്തത് കോൺഗ്രസ് രാഷ്ട്രീയ ആയുധമാക്കും. KPCC ആഹ്വാനം ചെയ്ത DGP ഓഫീസ് മാർച്ച് 23-ന് നടക്കും. നവകേരള യാത്ര തിരുവനന്തപുരത്തെത്തിയതോടെ ആരോപണ പ്രത്യാരോപണങ്ങൾ ചൂടുപിടിക്കുകയാണ്. പ്രതിപക്ഷാക്ഷേപങ്ങൾക്ക് മുഖ്യമന്ത്രി അക്കമിട്ട് മറുപടി പറഞ്ഞായിരുന്നു ഇന്നലത്തെ കാഴ്ച. യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് പ്രതിഷേധത്തിലുണ്ടായ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവിനെ പ്രതി ചേർത്തതും വിവാദമാവുകയാണ്. നവകേരള യാത്ര തലസ്ഥാനത്തെത്തുമ്പോൾ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നേർക്കുനേർ. ഇതുവരെയുള്ള വേദികളിൽ കേന്ദ്ര സർക്കാരിനെയും കോൺഗ്രസിനെയും സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ പഴിപറഞ്ഞ മുഖ്യമന്ത്രി വർക്കലയിലെത്തിയപ്പോൾ പഞ്ച് ഹിറ്ററായി. പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ഓരോ ആരോപണങ്ങൾക്കും മറുപടി. ഞാനിവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്നത് രാജാവായിട്ടല്ല, ഞങ്ങളെല്ലാവരും ജനങ്ങളുടെ ദാസരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതാണ് അധികാരം എന്നത് ഏതെങ്കിലും പ്രതാപം കാണിക്കാനുള്ള ഒരു സ്ഥാനമായിട്ടല്ല ഞങ്ങൾ കാണുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതാപകാലത്ത് പോലും ഭയപ്പെട്ടില്ലെന്ന് പ്രതിഷേധങ്ങൾക്കുള്ള മറുപടി.
മുഖ്യമന്ത്രിക്ക് ക്രിമിനൽ മനസ്സെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആക്ഷേപത്തിലും ആഞ്ഞടിച്ചു. സാഡിസ്റ്റ് മനസ്സുള്ള, ക്രിമിനൽ മനസ്സുള്ള വ്യക്തിയാണ് മുഖ്യമന്ത്രി. എന്താണ് ഇദ്ദേഹത്തിന് പറ്റിയതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഇടക്കിടക്ക് ഞാൻ ക്രിമിനൽ സ്വഭാവമുള്ളയാളാണെന്ന് പറഞ്ഞാൽ എന്നെ ക്രിമിനൽ സ്വഭാവമുള്ളയാളായി നമ്മുടെ നാടാകെ വിലയിരുത്തി കളയും എന്നാണോ സതീശൻ ധരിക്കുന്നത്? നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഭാഗമാണ് നമ്മളെക്കുറിച്ചുള്ള വിലയിരുത്തൽ. പിന്നാലെ ഇന്നലെ രാത്രി യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷത്തിൽ പ്രതിപക്ഷ നേതാവിനെ ഒന്നാം പ്രതിയാക്കി പോലീസ് കേസെടുത്തു. അധികം വൈകാതെ ഞാൻ പേടിച്ചു പോയെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞേക്കണമെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതോടെ നവകേരള യാത്രയുടെ അവസാന ദിനങ്ങളിൽ പ്രതിഷേധവും വാക്പോരും തുടരുമെന്നുറപ്പായി. 24 തിരുവനന്തപുരം. പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ ഇന്നും പാർലമെന്റ് പ്രക്ഷുബ്ധമാകും. രാജ്യസഭാ ചെയർമാനെ ആക്ഷേപിച്ച വിഷയം ഭരണപക്ഷവും സഭയിൽ ഉന്നയിക്കും. ഇരുസഭകളിലും ഭൂരിപക്ഷം പ്രതിപക്ഷ അംഗങ്ങളും സസ്പെൻഷനിലാണ്. ശേഷിച്ച അംഗങ്ങളാകും ഇന്നും ഇരുസഭകളിലും പ്രതിഷേധമുയർത്തുക. കഴിഞ്ഞ ദിവസത്തെ ഇതിന് സമാനമായി ഇരുസഭകളിലും പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകിയിട്ടുണ്ട്. സസ്പെൻഷനിൽ കഴിയുന്ന അംഗങ്ങൾ പാർലമെന്റിലെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ ഇന്നും പ്രതിഷേധം തുടരും. രാവിലെ ഇന്ത്യ മുന്നണിയുടെയും BJP യോഗങ്ങളും പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായി നടക്കും. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും. രാധാകൃഷ്ണൻ, നാളെയാണ് പാർലമെന്റ് സമ്മേളനം അനിശ്ചിതകാലത്തേക്ക് പിരിയുക. അതിനു മുൻപ് തന്നെ പാസാക്കേണ്ട ബില്ലുകൾ എന്തായാലും സർക്കാർ പാസാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതേസമയം മറ്റൊരു ഭാഗത്ത് വലിയ പ്രതിപക്ഷ പ്രതിഷേധവും ഉണ്ടാകുന്നുണ്ട്. ഇന്നത്തെ സഭാ നടപടികൾ എങ്ങനെയാണ്? ഒപ്പം തന്നെ പ്രതിഷേധം എത്രത്തോളം കറക്കാൻ സാധ്യതയുണ്ട്? ഗുഡ് മോർണിംഗ് പ്രവിത. ഇന്നും പാർലമെന്റ് സമ്മേളനം കഴിഞ്ഞ ദിവസത്തേതിന് സമാനമായിട്ട് പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നലെ ഈ രാജ്യത്തെ ഈ ശിക്ഷാ നിയമങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാനമായിട്ടുള്ള 3 ബില്ലുകൾ ലോക്സഭ കടന്നിരുന്നു. ഇന്ന് ഈ ബില്ലുകൾ രാജ്യസഭയിൽ അവതരിപ്പിക്കും. രാജ്യസഭയിൽ കൂടി ഈ ബില്ലുകൾ പാസാക്കുകയാണ് കേന്ദ്ര സർക്കാരിന്റെ ഈ സമ്മേളനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണ അജണ്ട. അത് വിജയിപ്പിക്കാനായിട്ടുള്ള ശ്രമത്തിലാണ് ഭരണപക്ഷം ഉള്ളത്. വളരെ ശക്തമായിട്ടുള്ള ആക്ഷേപം ഇതിനെതിരെ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട്. ഇങ്ങനെ പാസാക്കേണ്ട നിയമങ്ങളല്ല നിലവിലുള്ളത് എന്നതാണ്. ഇതടക്കമുള്ള കാര്യങ്ങൾ തള്ളിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇന്നും ഇരു സഭകളിലും പ്രതിഷേധം ഉയർത്താനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷം ഉള്ളത്. ലോക്സഭയിലും രാജ്യസഭയിലും ശേഷിക്കുന്ന അംഗങ്ങൾ ഈ വിഷയത്തിൽ, പാർലമെന്റ് ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ പ്രതിഷേധം ഉയർത്തും. പാർലമെന്റിന്റെ പുറത്തുള്ള സമരപരിപാടികളും ഇന്ന് ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സസ്പെൻഷനിലായിരിക്കുന്ന MP-മാർ ഇന്ന് പ്രതിമയ്ക്ക് മുന്നിൽ അവരുടെ പ്രതിഷേധ പരിപാടികൾ തുടരും. കേരളത്തിൽ നിന്ന് ആകെയുള്ള ലോക്സഭയിലുള്ള 20 MP-മാരിൽ രാഹുൽ ഗാന്ധിയും MK രാഘവൻ, അദ്ദേഹം ചികിത്സാർത്ഥം അവധിയിലാണ്, അദ്ദേഹവും ഒഴിച്ച് ബാക്കി എല്ലാവരും ഇതിനകം സസ്പെൻഷനിലായി കഴിഞ്ഞു. അതുകൊണ്ട് ഈ കേരളത്തിൽ നിന്നുള്ള അംഗങ്ങളുടെ പട്ടികയിൽ ഇന്ന് രാഹുൽ ഗാന്ധി പ്രതിഷേധത്തിന്റെ ഈ സസ്പെൻഷൻ വരിക്കുന്നവരുടെ കൂട്ടത്തിലേക്ക് വരുമോ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി നിൽക്കുകയാണ്. രാഹുൽ ഗാന്ധി സംബന്ധിച്ച് രാജ്യസഭാ ചെയർമാൻ ചില വിമർശനങ്ങൾ കഴിഞ്ഞ ദിവസം ഉന്നയിച്ചിരുന്നു. അതുപോലെ തന്നെ അച്ചടക്ക നടപടിയുടെ ഗണത്തിലേക്ക് രാഹുൽ ഗാന്ധി അത് സ്വീകരിക്കാനായിട്ട് അദ്ദേഹം സ്വമേധയാ ഈ പ്രതിഷേധത്തിന്റെ നേതൃനിരയിലേക്ക് വരുമോ എന്നതാണ് ഇന്നത്തെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഘടകമായി മാറുന്നത്. പ്രത്യേകിച്ച് നാളെ സമ്മേളനം അവസാനിക്കാനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്നതിനുള്ള സാഹചര്യം ഒരുങ്ങുന്നു എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. രാജ്യസഭയിലും സമാനമായിട്ടുള്ള സാഹചര്യമാകും ഉണ്ടാവുക. ചെയർമാനെതിരെ നടന്ന ഈ അനുകരണ വിവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ഇന്നും ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉണ്ടാകും. നടപടിയാണ് അവർ ആവശ്യപ്പെടുന്നത്. രാഹുൽ ഗാന്ധി ലോക്സഭാംഗമാണെങ്കിൽ പോലും അദ്ദേഹത്തിന് എതിരെ കൂടി നടപടി വേണം എന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ BJP-യുടെ ഭാഗത്ത് നിന്ന് ആവശ്യം ഉയർന്നു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസത്തിന് സമാനമായിട്ട് ഈ സാഹചര്യങ്ങളെല്ലാം വിവരിക്കുന്നത് ശക്തമായിട്ടുള്ള പ്രതിഷേധവും പ്രക്ഷുബ്ധമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ശരി, ആകെ 143 MP-മാർക്കാണ് ഈ സമ്മേളന കാലയളവിൽ സസ്പെൻഷൻ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പാർലമെന്റ് ആക്രമണ വിഷയത്തിൽ ഇന്നും വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യസഭാ ചെയർമാനെ ആക്ഷേപിച്ച വിഷയം ഭരണപക്ഷവും സഭയിൽ ഉന്നയിക്കും. ഇരുസഭകളിലും ഭൂരിപക്ഷം പ്രതിപക്ഷ അംഗങ്ങളും സസ്പെൻഷനിലാണ്. രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. ക്രിമിനൽ നിയമങ്ങൾ പരിഷ്കരിക്കുക ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ബില്ലുകൾ ഇന്ന് രാജ്യസഭയിൽ. 3 ബില്ലുകളും ലോക്സഭ ഇന്നലെ ബുക്ക് ചെയ്തിരുന്നു. ആൾക്കൂട്ട കൊലപാതകത്തിന് വധശിക്ഷയാണ് ബില്ലിലെ ശുപാർശ. പരാതി ലഭിച്ച് 3 ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ പരമാവധി 14 ദിവസത്തിനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യണം എന്നാണ് വ്യവസ്ഥ. കേസിൽപ്പെട്ട രാജ്യത്തിന് പുറത്തുള്ളവർ 90 ദിവസത്തിനകം കോടതിക്ക് മുൻപാകെ ഹാജരായില്ല എങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ വിചാരണ നടത്തുന്ന ട്രയൽ ഇൻ ആബ്സെൻസ് വ്യവസ്ഥ പുതിയ നിയമപ്രകാരം ഉണ്ടാകും.
കുറ്റവിമുക്തനാക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാൻ പ്രതിക്ക് 7 ദിവസം ലഭിക്കും. കുറ്റകൃത്യം നടന്ന് 30 ദിവസത്തിനുള്ളിൽ ഒരാൾ കുറ്റം സമ്മതിച്ചാൽ ശിക്ഷയിൽ കുറവ് വരും. ഹിറ്റ് ആൻഡ് റൺ കേസിന് കടുത്ത ശിക്ഷയും ശുപാർശ ചെയ്യുന്നുണ്ട്. രാജ്യസഭയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബില്ലുകൾ അവതരിപ്പിക്കും. തമിഴ്നാടിന്റെ തെക്കൻ ജില്ലകളിൽ പ്രളയ ദുരിതം തുടരുന്നു. തിരുനെൽവേലി, തൂത്തുക്കുടി ജില്ലകളിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നിരവധി കുടുംബങ്ങൾ ഇപ്പോഴും വെള്ളക്കെട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുന്നുണ്ട്. തൂത്തുക്കുടി ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും തിരുനെൽവേലി ജില്ലയിലെ സ്കൂളുകൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന കോളേജുകൾക്കും അവധിയാണ്. ആശ്വാസ നടപടികൾ കാര്യക്ഷമമല്ലെന്നാരോപിച്ച് നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. തൂത്തുക്കുടി, തിരുനെൽവേലി ജില്ലകളിലായി 100 കണക്കിന് കുടുംബങ്ങളാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. സംസ്ഥാനത്ത് മിതമായ മഴ തുടരും. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പില്ല. കേരള തീരത്ത് ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ സജീവം. ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 20,000 കടന്നതായി ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഹമാസും ഈജിപ്ത് പ്രതിനിധികളുമായി കെയ്റോയിൽ നടന്ന ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ വെടിനിർത്തൽ ചർച്ചകളുടെ ഭാഗമായാണ് കെയ്റോയിലെത്തിയത്. യുദ്ധവിരാമത്തിന് പകരമായി തടവുകാരെ വിട്ടയക്കില്ലെന്ന് ഹമാസ് വ്യക്തമാക്കി. വെടിനിർത്തൽ പ്രമേയം ചർച്ച ചെയ്യാനുള്ള UN രക്ഷാസമിതി യോഗം വീണ്ടും മാറ്റിവെച്ചു. ലക്ഷ്യം കണ്ടെത്താതെ യുദ്ധം അവസാനിപ്പിക്കില്ല എന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി. ഗസയിൽ യുദ്ധം തുടരുന്നത് മായാത്ത കളങ്കമാണെന്ന് UN ഹ്യൂമാനിറ്റേറിയൻ മേധാവി മാർട്ടിൻ ഗ്രിഫിത്ത് അഭിപ്രായപ്പെട്ടു. ബന്ദികളെ മോചിപ്പിക്കാനുള്ള പുതിയ കരാർ ഉടൻ പ്രതീക്ഷിക്കാനാകില്ലെന്ന് US പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞു. അതിനിടെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിലും ഖാൻ യൂണിസിലും ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. ഇസ്രായേലിൽ രജിസ്റ്റർ ചെയ്ത ചരക്ക് കപ്പൽ മലേഷ്യ നിരോധിച്ചു. തുടർച്ചയായ 3-ാം ദിവസവും ശബരിമലയിൽ വൻ ഭക്തജനത്തിരക്ക്. 90,000 പേരാണ് ഇന്ന് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. പുലർച്ചെ 3 മണിക്ക് നട തുറന്നപ്പോൾ മുതൽ 4,000-ഓളം പേർ 18-ാം പടി ചവിട്ടുന്നുണ്ട്. ഇന്നലെ 97,619 പേരാണ് ദർശനം നടത്തിയത്. കഴിഞ്ഞ 10 ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ ദർശനം നടത്തിയത് ഇന്നലെയാണ്. ഇടത്താവളങ്ങളിൽ ഉൾപ്പെടെ നിയന്ത്രണങ്ങൾ തുടരുന്നുണ്ട്. ഇന്നലെ രാത്രി ദർശനം നടത്തി സന്നിധാനത്ത് വിരിവെച്ചവർ മലയിറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വിധവാ പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച ഇടുക്കി അടിമാലിയിലെ മറിയക്കുട്ടി നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. മാസങ്ങളായി മുടങ്ങിയ വിധവാ പെൻഷൻ ലഭിക്കാൻ നടപടി ആവശ്യപ്പെട്ടാണ് ഹർജി. ഹർജിയിൽ അടിമാലി പഞ്ചായത്തും സർക്കാരും കോടതി നിർദ്ദേശപ്രകാരം ഇന്ന് മറുപടി നൽകിയേക്കും. പെൻഷൻ മുടങ്ങിയതിനാൽ മരുന്ന് വാങ്ങാനടക്കം തടസ്സമുണ്ടെന്നും പുതുവർഷത്തിന് മുൻപ് പെൻഷൻ കുടിശ്ശിക വിതരണം ചെയ്യാൻ സർക്കാരിന് നിർദ്ദേശം നൽകണം എന്നുമാണ് ഹർജിയിലെ ആവശ്യം. ദേശീയ ഗുസ്തി ഫെഡറേഷനിൽ ഇന്ന് തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ മെയ് മാസം നടക്കേണ്ട തെരഞ്ഞെടുപ്പാണ് പലതവണ മാറ്റിവെച്ചതിനൊടുവിൽ ഇന്ന് നടക്കുന്നത്. ഇന്ന് തന്നെ ഫലപ്രഖ്യാപനവും ഉണ്ടാകും. മുൻ അധ്യക്ഷനും BJP MPയുമായ ബ്രിജ്ഭൂഷണിനെതിരെ വനിതാ ഗുസ്തി താരങ്ങൾ ലൈംഗിക ആരോപണം ഉന്നയിച്ചതോടെ ഫെഡറേഷൻ വലിയ വിവാദത്തിൽപ്പെട്ടിരുന്നു. ബ്രിജ്ഭൂഷണിനെതിരെ പ്രതിഷേധിച്ച ഗുസ്തി താരങ്ങളുടെ പിന്തുണയോടെ മുൻ ഗുസ്തി ചാമ്പ്യനായ അനിത ഷെറൂൺ അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. ബ്രിജ്ഭൂഷൺ അനുകൂലിയായ സഞ്ജയ് കുമാറാണ് മറ്റൊരു സ്ഥാനാർത്ഥി. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ ഡൽഹിയിലാണ് വോട്ടെടുപ്പ്. ഗുസ്തി താരങ്ങൾ ഇന്ന് വൈകിട്ട് 4:30 വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ തമിഴ്നാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി K. പൊന്മുടിയെയും ഭാര്യയെയും കുറ്റവിമുക്തരാക്കിയ കേസിൽ മദ്രാസ് ഹൈക്കോടതി ഇന്ന് ശിക്ഷാവിധി പ്രഖ്യാപിക്കും. വെല്ലൂർ വിചാരണ കോടതി ഇറക്കിയ ഉത്തരവ് മദ്രാസ് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമാണ് റദ്ദാക്കിയത്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ രജിസ്റ്റർ ചെയ്ത കേസിൽ 2016 മന്ത്രിയെ കുറ്റവിമുക്തനാക്കിയത്. ഇതിനെതിരെ 2017 വിജിലൻസ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഇന്ന് വിധി പറയുക. മന്ത്രിയോടും ഭാര്യയോടും വീഡിയോ കോൺഫറൻസ് വഴി ഹാജരാകാൻ ഹൈക്കോടതി ജസ്റ്റിസ് G. ജയചന്ദ്രൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. കരിപ്പൂർ വിമാനത്താവളത്തിന്റെ റൺവേ സുരക്ഷാ മേഖല വിപുലീകരിക്കുന്നതിന് ടെൻഡർ പൂർത്തിയായതോടെ തുടർ നടപടികൾ വേഗത്തിലാകുമെന്ന് പ്രതീക്ഷ. റസ നിർമ്മാണം കഴിയുന്നതോടെ വലിയ വിമാനങ്ങൾക്ക് ഇറങ്ങാനുള്ള തടസ്സം ഒഴിവാകും. 322 കോടി രൂപയ്ക്ക് ഹരിയാന ആസ്ഥാനമായ ഗവാർ കൺസ്ട്രക്ഷൻസ് കമ്പനിയാണ് കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. 19 മാസത്തിനുള്ളിൽ കരാർ ജോലി പൂർത്തിയാക്കണം. എത്രയും പെട്ടെന്ന് നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങുകയും വേണം. വിമാനത്താവള റൺവേ എൻഡ് സേഫ്റ്റി ഏരിയ 90 നിന്ന് 240 മീറ്റർ ആക്കി വർദ്ധിപ്പിക്കണം തുടങ്ങിയവയാണ് വ്യവസ്ഥ. നിർമ്മാണത്തിന് എയർപോർട്ട് അതോറിറ്റി നിശ്ചയിച്ചതിലും കുറഞ്ഞ തുകയ്ക്കാണ് ഗവാർ കൺസ്ട്രക്ഷൻ കമ്പനി കരാർ നേടിയത്.
ടെൻഡർ നടപടികളിൽ ഊരാളുങ്കൽ സൊസൈറ്റി ഉൾപ്പെടെ 7 കമ്പനികൾ പങ്കെടുത്തു. 3 കമ്പനികൾക്ക് മാത്രമേ എയർപോർട്ട് അതോറിറ്റി നിശ്ചയിച്ച മാനദണ്ഡം ഉണ്ടായിരുന്നുള്ളൂ. പ്രവൃത്തി പൂർത്തിയാകുന്നതോടെ വലിയ വിമാനങ്ങൾ കരിപ്പൂരിൽ തിരിച്ചെത്തിയേക്കും. തിരുവനന്തപുരത്തേക്ക് ഇതുവരെ ഫ്ലൈറ്റ് ഉണ്ടായില്ല. അപ്പോൾ അത് ട്വൈസിൻ്റെ വീക്ക് ഇപ്പോൾ തന്നെ തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളൊക്കെ കൂടുതൽ വരും, ഇന്റർനാഷണൽ ഫ്ലൈറ്റുകളും കൂടുതൽ വരും. ഇപ്പോൾ GCC കൺട്രീസിലാണ് ഇപ്പോൾ ഏറെക്കുറെ എല്ലാ ഫ്ലൈറ്റുകളും ഉള്ളത്. 2020 ഓഗസ്റ്റിൽ കരിപ്പൂരിലുണ്ടായ വിമാനാപകടത്തെ തുടർന്ന് വലിയ വിമാനങ്ങൾക്ക് ഏർപ്പെടുത്തിയ വിലക്ക് തുടരുകയാണ്. ഇതിനിടെ റൺവേയുടെ നീളം കുറച്ച് റസ കൂട്ടാനുള്ള നീക്കവുമുണ്ടായിരുന്നു. റസ വിപുലീകരണത്തിന് സ്ഥലം ലഭിച്ചതോടെയാണ് ഈ നീക്കത്തിൽ നിന്നും വിമാനത്താവള അതോറിറ്റി പിന്മാറിയത്. 24 മലപ്പുറം. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ 98ാം ദേശീയ സമ്മേളനം തിരുവനന്തപുരത്ത് ഡിസംബർ 26 മുതൽ 28 വരെ കോവളത്താണ് IMA ഓൾ ഇന്ത്യ മെഡിക്കൽ കോൺഫറൻസ് നടക്കുക. സയന്റിഫിക് വിഷൻ ഹെൽത്തി നേഷൻ എന്നതാണ് സമ്മേളനത്തിന്റെ കേന്ദ്ര ആശയം. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 5000 ഡോക്ടേഴ്സ് പങ്കെടുക്കും. സയന്റിഫിക് സെഷനുകൾ, 300ലേറെ റിസർച്ച് പേപ്പറുകളുടെ അവതരണം, 2050 ലക്ഷ്യമാക്കി IMA തയ്യാറാക്കുന്ന ഹെൽത്ത് മാനിഫെസ്റ്റോ, ഇവയുടെ പ്രകാശനം എന്നിവ സമ്മേളനത്തിലുണ്ടാകും. അമേരിക്കയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കേന്ദ്ര സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയ്ക്ക് പുതിയ നേതൃത്വം. ദേശീയ പ്രസിഡന്റായി സുനിൽ ട്രൈസ്റ്റാർ ചുമതലയേൽക്കും. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അമേരിക്കയിലെ മലയാള മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ ഇന്ത്യ പ്രസ് ക്ലബ് ഓഫ് നോർത്ത് അമേരിക്കയുടെ പുതിയ പ്രസിഡന്റായി സുനിൽ ട്രൈസ്റ്റാർ ജനുവരി 1 മുതൽ ചുമതലയേൽക്കും. 24 ന്യൂസിന്റെ US ഓപ്പറേഷൻസ് മാനേജർ വിശാഖ് ചെറിയാനാണ് പുതിയ ട്രഷറർ. ഷിജോ പൗലോസ് ജനറൽ സെക്രട്ടറി, അനിൽ ആർമോള വൈസ് പ്രസിഡന്റ്, ആശ മാത്യു ജോയിന്റ് സെക്രട്ടറി, റോയി മുളകുന്നം ജോയിന്റ് ട്രഷറർ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ. സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് സുനിൽ തൈമറ്റമായിരിക്കും പുതിയ അഡ്വൈസറി ബോർഡ് ചെയർമാൻ. 4 പതിറ്റാണ്ടോളമായി അമേരിക്കയും അമേരിക്കൻ മലയാളി സമൂഹവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ ലോകത്തിനെ അറിയിക്കുന്ന മാധ്യമരംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ കേന്ദ്ര സംഘടനയായ ഇന്ത്യ പ്രസ് ക്ലബിന്റെ മികവുറ്റ പ്രവർത്തനങ്ങൾ എക്കാലത്തെയും പോലെ തുടരുമെന്ന് പുതിയ ഭാരവാഹികൾ വ്യക്തമാക്കി. മാധ്യമ പ്രവർത്തനത്തിനോടൊപ്പം സമൂഹ നന്മയും എന്ന ലക്ഷ്യം സംഘടന തുടരും. കേരള മീഡിയ അക്കാദമിയുമായി സഹകരിച്ച് ജേർണലിസം വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ നൽകുന്നതിനും കേരളത്തിലെ പ്രസ് ക്ലബ്ബുകളുമായി സഹകരിച്ച് മാധ്യമരംഗത്ത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സഹായം എത്തിക്കുവാൻ പ്രത്യേക പരിഗണന നൽകുമെന്ന് പുതിയ എക്സിക്യൂട്ടീവ് അറിയിച്ചു. അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര, 24. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് സന്ദേശം കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിൽ എത്തിക്കാനായി BJPയുടെ സ്നേഹയാത്ര ഇന്നു മുതൽ. യാത്രയുടെ ഭാഗമായി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയെ നേരിൽ കാണും. ഈസ്റ്റർ ദിന സ്നേഹയാത്രകളേക്കാൾ വിപുലമായ തോതിലാകും സന്ദർശനം. ക്രൈസ്തവ സമൂഹത്തിന്റെ വിശ്വാസം ആർജിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് പഞ്ചായത്ത് തലത്തിൽ 10 ദിവസം നീളുന്ന സ്നേഹയാത്ര. കേന്ദ്രമന്ത്രി V. മുരളീധരൻ, കേരളത്തിന്റെ ചുമതലയുള്ള ദേശീയ സെക്രട്ടറി പ്രകാശ് ജാവദേക്കർ, മുൻ കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനം തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടെ പ്രഭാത വാർത്തയുടെ സമയം പൂർണ്ണമാകുന്നു.